നമസ്കാരം ഗൈസ്, വീഡിയോയിൽ വരുന്ന കലപില സൗണ്ട് ഒന്ന് പൊന്നുൻ്റെ വോയിസാണ്, അത് ഞാൻ കുറയ്ക്കാം. വോയിസ് കുറയ്ക്കുക. 2 ഫാനാണ്. ഈ ചൂട്ടത്ത് ഫാൻ ഓഫ് ചെയ്ത് വീഡിയോ ചെയ്യാനുള്ള വിശാല ഹൃദയമൊന്നും എനിക്കില്ല, അതുകൊണ്ട് സൗണ്ട് നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മുടെ സാബു ചേട്ടൻ്റെ ഗെയിം സ്ട്രാറ്റജി പലരും മെസ്സേജ് ഇട്ടു, പ്രത്യേകിച്ചൊന്നും നടക്കാനൊന്നും പോകുന്നില്ല, പുള്ളി ചില്ലായിട്ട് നിൽക്കുള്ളൂ എന്ന്. അത് തെറ്റായൊരു ധാരണയാണ്. അതുകൊണ്ടാണ് ഞാൻ സൈലൻ്റ് ആയതും ഇപ്പം അതിനെപ്പറ്റി സംസാരിക്കുന്നതും. ഇന്നലെ പുള്ളി വരുന്നു, പുള്ളി വന്നിട്ട് സംസാരിച്ച 2 കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഹൈലൈറ്റഡ് ആണ്. ഒൺലി തിങ്, നമ്മൾ ടീമായിട്ട് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആളുടെ കാലേ വരി നിലത്തടിക്കുക എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർലെസ് ആണ് സംഭവം. ഞാൻ പറഞ്ഞു വരുന്നത് ജിൻഡോനെ പറ്റിയിട്ടാണ്. ജിൻഡോ ആ ക്യാരക്ടറിലോട്ട് ഇൻവോൾവ് ആയിട്ട് നല്ല രീതിയിൽ ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നോറയും റസ്മിൻ ബായ് അല്ല, അൻസിബയും പറയുന്നുണ്ട് ഇത്രയും വിനയൊന്നും ഇല്ലാത്തതാണെന്ന്. അതൊരിക്കലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കൊളീഗിൻ്റെ കൂടെ ഉള്ളപ്പോൾ ഒരു അന്തർധാര വലിക്കാം, പക്ഷെ ഡയറക്റ്റ് ധാര മറ്റൊരു ഗസ്റ്റിൻ്റെ മുന്നിൽ വെച്ചിട്ട് അങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല. അപ്പോൾ നോറയും അതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അതിന് തക്കതായിട്ട് സാബു ചേട്ടൻ പറഞ്ഞു, ഹോട്ടൽ മാനേജ്മെൻറ്റ് നിങ്ങൾ എന്നെ തീയിട്ട് കത്തിക്കരുത്, ഉയരിട്ട് പോകാനുള്ളതാണ്, ഉയരം കൊണ്ട് പോകാനുള്ളതാണ്, സോ അങ്ങനെ നിങ്ങളത് പറയരുതെന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ നോറ ഉരുണ്ടു പെരണ്ട ടോപ്പിക് അങ്ങോട്ട് മാറ്റി. ആൻഡ് സെക്കൻഡ് തിങ്, പുള്ളി നൈസായിട്ട് ചില്ലായിട്ട് അവിടെ എല്ലായിടത്തും ഇങ്ങനെ നടന്ന് അവസാനം വിളിച്ചിട്ടൊരു പ്രാങ്ക് ഒപ്പിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ അത് കൊണ്ടത് ആർക്കാണ്? ഋഷിക്കാണ്. നോറ ചക്കിന് വെച്ചത് കൊക്കിനോ ഉണ്ട് എന്നുള്ള രീതിയിൽ നോറയ്ക്ക് കൊടുത്ത സാധനം എന്താ പറയുക, നമ്മൾ പറയില്ലേ, അതിലേ ഇങ്ങനെ നടന്നു പോയായിരുന്നു. എറിഞ്ഞു വാങ്ങിച്ച വള്ളികളാണ് നമ്മുടെ ജീവിതത്തിൽ പല സിറ്റുവേഷനിലും നമ്മളത് ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ സാബു ചേട്ടൻ പറയുന്നുണ്ട് ഇത് നോറയ്ക്ക് വെച്ചതാ, മുടിയൻ ഒരു കാര്യമില്ല, അത് എടുത്തിട്ട് മുടിയൻ കയ്യിൽ നിന്ന് പോയി, മുടിയൻ ഒരു ക്യാപ്റ്റനാന്ന് പോലും മറന്നിട്ട് കിഡ്ഡിഷ് ആയിട്ടുള്ള പോലെ പോ എല്ലാവരും പോ എന്നുള്ള വർത്താനോ. അതേപോലെ എന്താണ് അപ്സരോട് പറഞ്ഞു, നിന്റെ ചിരി അഭിനയമാണ്, അത് അഭിനയമാണ്, ഇത് അഭിനയമാണെന്ന് പറഞ്ഞപ്പോൾ അപ്സര പറഞ്ഞു ശരിയാണ്, നിന്റെ അഭിനയമാണ്, നിനക്ക് അഭിനയിക്കാൻ പറ്റാത്ത എൻ്റെ കുഴപ്പമാണോ? ദാറ്റ് ഡസൻറ്റ് മീൻസ് പ്രൊഫഷണലി ഋഷി ഒരു ബാഡാണ് അല്ലെങ്കിൽ മോശമാണെന്നല്ല. ഇപ്പം ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ അതെ ഞാൻ അഭിനയിക്കുന്നത്, എനിക്ക് കഴിവില്ലാത്ത എൻ്റെ കുഴപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ സെൻറ്റൻസിനോട് കണക്ട് ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും ഒരു ഇൻസൾട്ട് അല്ല, പക്ഷെ ഭയങ്കര ഇൻസൾട്ടായിട്ട് മുടിയാൻ എടുത്തിട്ടുണ്ട്. അപ്സര പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അപ്പോൾ ഇതാണ് സാബു ചേട്ടൻ, മനസ്സിലായോ? അവിടെ അകത്ത് അംഗം വെട്ടി നടക്കുമ്പോൾ പുള്ളി നൈസായിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കിച്ചൻ്റെ സൈഡിൽ കൂടെ ഒക്കെ പോവുകയാണ് ചില്ലായിട്ട്. അപ്പോൾ ഒരു അനക്കം പുള്ളി വന്നോടുകൂടി ഉണ്ടാക്കി ഒരു കലബിൽ അവിടെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് മുട്ടം വഴക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും ആ വഴക്ക് കുറച്ചു നേരം നിന്നു. അതാണ് സാബു ചേട്ടൻ. ഒരു അനക്കം ഉണ്ടാക്കി ഒരു പുള്ളി വന്നതിൻ്റെ ഒരു ഫസ്റ്റ് സിഗ്നേച്ചർ അവിടെ കൊടുത്തു. അടുത്ത ശ്വേത ചേച്ചി വന്നിട്ടുണ്ട്. ശ്വേത ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശ്വേത ചേച്ചി ആറ്റിറ്റ്യൂഡ് എക്സ്ട്രീമാണ്. അത് മാത്രമല്ല അങ്ങനെ ഒരു വഴക്ക് സംഭവം എന്നല്ല, ആൾ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ സാബു ചേട്ടനും ശ്വേത ചേച്ചിയും കയറിയതിൻ്റെ ഒരു റിഫ്ലക്ഷൻ, ഒരു ഓളം നമുക്ക് എന്തായാലും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ ഗൈസ്?